പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രഭാതത്തിൽ കർത്താവിൻ്റെ പൊന്നുപാദപീഠത്തിൽ കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ആയുസ്സിൻ്റെ ഒരു ദിനം കൂടെ ഒരുക്കിയതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും അഭിഷക്തമാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവ് നമുക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിൽ ഇന്ന് പകൽക്കാലവും നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ആമേ. കഴിഞ്ഞ ദിവസം ചിന്തിച്ച് നിർത്തിയ ഒരു ഭാഗം നമുക്കിന്ന് പകൽക്കാലം ചിന്തിക്കാമല്ലോ. ആമേൻ. സ്തോത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23 അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. സങ്കീർത്തനങ്ങൾ 23:3 അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദാംശമാണ്. ഏത് കുഞ്ഞിനോട് ചോദിച്ചാലും 23-ാം സങ്കീർത്തനം കാണാപ്പാടമായി പഠിച്ച കുഞ്ഞുങ്ങളെ കാണാൻ കഴിയുന്നു, മുതിർന്നവരാണെങ്കിലും. ആമേൻ. ഇതിനകത്ത് 6 വാക്യമാണെങ്കിലും ആമേൻ വർഷങ്ങളെടുത്ത് ആമേൻ വ്യാഖ്യാനിപ്പാനുള്ള ദൂതുകൾ ഈ പുസ്തകത്തിനകത്ത് ദാവീദ് കൊണ്ടുവന്നിട്ടുണ്ട്. തൻ്റെ അനുഭവങ്ങളെ ഇതിനകത്ത് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ആമേൻ. ഇവിടെ പറയുന്നത് എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. നോയിക്കേ. പ്രൈസ് ദി ലോർഡ്. പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ഇടയനെയാണ് ദാവീദ് നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നത്. പലപ്പോഴും പ്രാണൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ചിന്തിച്ച മേഖലയിൽ ഈ ന്യായപ്രമാണത്തെ ആമേൻ സ്തോത്രം വിശ്വസിച്ചതുകൊണ്ട്, ഈ ന്യായപ്രമാണത്തെ പാലിച്ചതുകൊണ്ട് ദാവീദിൻ്റെ പ്രാണനെ വരെ ശത്രു ആമേൻ തകർത്തു കളയാൻ നോക്കിയ സ്ഥാനം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പറഞ്ഞു എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. യഹോവയായ ദൈവം എൻ്റെ ഇടയനായിരിക്കുന്നത് കൊണ്ട് എൻ്റെ പ്രാണൻ്റെ മേൽ ശത്രു അവകാശം പറഞ്ഞു. എൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ശത്രു അവകാശം പറഞ്ഞു. ഓരോ നിമിഷങ്ങളിലും എനിക്ക് എന്തു ചെയ്യണമെന്നറിയാതെ ആമേൻ മുൻപിലോട്ട് പോയ സാഹചര്യങ്ങൾ എനിക്കറിയാം. പക്ഷെ ഞാൻ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയുന്നു. 19-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദ് പറയുന്നൊരു കാര്യം: യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്. ആമേൻ. അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ ആക്ഷ്യം വിശ്വാസമാകും, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. നോയിക്കേ, ഇവിടെ പറയുന്നത് അത് പ്രാണനെ തണുപ്പിക്കുന്നു. ഏതാ? ന്യായപ്രമാണം. പ്രൈസ് ദി ലോർഡ്. അതെവിടെ കാണാൻ കഴിയും? 1-ാമത്തെ സങ്കീർത്തനം പഠിക്കുമ്പോൾ നമുക്ക് ആ 1-ാം സങ്കീർത്തനത്തിന് കാണാൻ കഴിയുന്നത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച്. കണ്ടോ? സന്തോഷം മാത്രം പോരാ, അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇപ്പൊ ദാവീദ് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ രാവും പകലും ആമേൻ അതിനെ പാലിച്ചും സ്നേഹിച്ചും അതിനെ ആമേൻ വിശ്വസിക്കുകയും ചെയ്യുന്ന ദാവീദിൻ്റെ മേൽ വന്നിരിക്കുന്ന കണ്ടോ, അവൻ്റെ പ്രാണന്റെ മേൽ ശത്രു അവകാശം പറഞ്ഞു. ഇന്ന് പകലിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി ദൈവ ശബ്ദത്തിനായി തിരിച്ചിരിക്കുന്ന ദൈവകുഞ്ഞെ, അവൻ നിന്റെ പ്രാണനെ ആമേൻ പലപ്പോഴും വിലപേശുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ നോക്കൂ, 25-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു: യഹോവേ, എൻ്റെ അകൃത്യം വലിയത്, നിന്റെ നാമം നിമിത്തം അത് ക്ഷമിക്കണമേ. കണ്ടോ, അകൃത്യത്തെക്കുറിച്ച് ദാവീദ് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. എനിക്ക് അകൃത്യമുണ്ട്, എനിക്ക് നിന്റെ സാക്ഷ്യക്കൂടാരങ്ങളിൽ നിൽക്കാൻ കഴിയാതെ
ഞാൻ പലപ്പോഴും വിഷമിച്ചിരിക്കുന്നു. എൻ്റെ വേദന സ്വർഗം അറിയുന്നില്ലേ? ദൈവമേ, ഇന്ന് പകലിൽ നിന്റെ സാക്ഷ്യകൂടാരങ്ങളിൽ എന്നെ നീ നിർത്തേണമേ കർത്താവേ. ഒത്തിരി സാക്ഷ്യം പറയാനുണ്ട്. നോക്കിക്കേ, 23:3 പറയുന്നത് എന്താണ്? തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കണ്ടോ, പ്രാണനെ തണുപ്പിച്ച ശേഷം പ്രാണൻ തൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുമെന്ന് ദാവീദിന് ഉറപ്പായി. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ പിടയുകയാണ്. ഒരു മത്സ്യത്തെ വെള്ളത്തിനകത്ത് നിന്നെടുത്ത് പുറത്തേക്കിടുമ്പോൾ അത് പിടയുന്നത് പോലെ ദാവീദിൻ്റെ പ്രാണൻ പിടയുകയാണ്. ദാവീദിനെ തകർത്ത് കളയാൻ ശത്രുക്കൾ കൂട്ടമായി ദാവീദിനെ ചുറ്റി വളയുകയാണ്. എന്നാൽ വചനം പറയുന്നു, ആമേൻ, ദൈവം അവനെ നീതിപാതകളിൽ നടത്തുന്നു. സ്തോത്രം. എൻ്റെ മുമ്പിൽ ഒത്തിരി പടകുകളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ സങ്കീർത്തന ഭാഗങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗം 31 സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ. സ്തോത്രം. നിന്റെ നാമം നിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. കണ്ടോ, തൻ്റെ പ്രാർത്ഥനയാണ്. നീ ആരാ? നീ എൻ്റെ പാറയും. ഹല്ലേലൂയ. പ്രാണൻ ഉള്ളിൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്പനിമിഷം കഴിയുമ്പോൾ ഞാൻ മരിക്കും. അല്പനിമിഷം കഴിയുമ്പോൾ എനിക്ക് ഈ ലോകത്തോട് വിട പറയേണ്ടി വരും. ആമേൻ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തോട് എനിക്ക് വിട പറയേണ്ടി വരും. എൻ്റെ മുമ്പേ ഇരിക്കുന്ന വ്യക്തികളോട് എനിക്ക് വിട പറയേണ്ടി വരും. സമയം എപ്പോഴാണെന്ന് അറിയത്തില്ല. പക്ഷെ ഉറപ്പാണ്, മരണമെന്ന് പറയുന്ന വാക്കൊരു സത്യമാണ്. അത് ഉറപ്പായി നടന്നേ തീരൂ. മരണം എന്ന് പറഞ്ഞാൽ അത് സത്യമായ വാക്കാ. ഇതിനകത്ത് കള്ളമില്ല. അത് നടക്കും. സമയം നിശ്ചയമല്ല, പക്ഷേ മരണം നടന്നേ മതിയാകൂ. അത് നല്ലവണ്ണം ദാവീദിനറിയാം. അതാ പറഞ്ഞത്, എൻ്റെ കോട്ടയുമല്ലോ, നിന്റെ നാമം നിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. കണ്ടോ, തൻ്റെ പ്രാർത്ഥനയുടെ ആഴം മനസ്സിലായോ? അതിനകത്ത് നിൽക്കുന്ന ദൈവപ്രവൃത്തിയെ ഇന്ന് പകൽക്കാലം ഒന്നുകൂടെ ദാവീദൊന്ന് ഓർക്കുകയാണ്. എന്നാൽ തീർന്നില്ല കേട്ടോ. ദാവീദ് പിന്നെയും ദൈവത്തോട് സങ്കടങ്ങൾ പറയുകയാണ്. 79-ാമത്തെ സങ്കീർത്തനത്തിന്റെ 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, സങ്കീർത്തനം 79:9 വരുമ്പോൾ, ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ആമേൻ, സ്തോത്രം, ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഹല്ലേലൂയ, നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. കണ്ടോ, ഞങ്ങൾ എന്ത് ചെയ്യണം? സഹായിക്കണം. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ? നിന്റെ നാമമഹത്വത്തിനായി. അപ്പൊ നിന്റെ മഹത്വത്തിന്റെ പ്രത്യാശയുടെ ആഴത്തിലേക്ക് എന്നെ ഇന്ന് പ്രഭാതത്തിൽ നീ നടത്തണം. ഹല്ലേലൂയ. വചനം പറയാൻ പറ്റുമോ? വചനം വായിക്കാൻ പറ്റുമോ? വചനത്തെ വിശ്വസിക്കാൻ പറ്റുമോ? നിന്നെ രക്ഷിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട് എന്ന് പറഞ്ഞാൽ ആ കരങ്ങളെ ഉയർത്തിയൊന്ന് ആമേൻ ആമേൻ പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ഇന്ന് പകൽക്കാലം ചില അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാൻ വിശ്വസ്തനാണ്. 109-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സംഗീത പ്രമാണിയായിരിക്കുന്ന ദാവീദ് പറഞ്ഞു, നീയോ കർത്താവായ യഹോവേ, ആമേൻ, നിന്റെ നാമത്തോട് തക്കവണ്ണം, ആമേൻ, ഹല്ലേലൂയ, എന്നോട് ചെയ്യണമേ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തന്റെ പ്രാർത്ഥനയുടെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ തൻ്റെ പ്രാർത്ഥന
ഒരു കോട്ടയായി പരിണമിക്കുമ്പോൾ ഇന്ന് പകലിൽ പറയാമോ, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ദൈവപൈതലേ, നിന്റെ ഉള്ളെന്തിനാ പിടയുന്നത്? നിന്റെ ഉള്ളെന്തിനാ വിഷമിക്കുന്നത്? രോഗനിമിത്തമാണോ? കടഭാര നിമിത്തമാണോ? തലമുറയെക്കുറിച്ചുള്ള ആകുലതയാണോ? ആമേൻ. എന്താ നിന്റെ വിഷയം? ഹല്ലേലൂയ. ഏതാ നിന്റെ വിഷയം? വാഴ്ത്തത്വങ്ങൾ നിറവേറാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണോ? എന്താ നിന്റെ വിഷയം? ആ വിഷയത്തെ കർത്താവിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നിന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുകയാണ്. നീ മരിക്കാൻ ഇച്ഛിക്കുന്ന വ്യക്തിയാണോ? ഈ പ്രഭാതത്തിൽ ദൈവം പറയും, നീ മരിക്കണ്ട. ആമേൻ. നിന്റെ കഷ്ടതയെ ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ നീ ഓർക്കും. സ്തോത്രം. നിന്റെ വേദനയെ, നിന്റെ നിന്ദയെ, നിന്റെ പരിഹാസത്തെ ഒക്കെ നീ മറക്കുന്ന നിമിഷങ്ങളായി ദൈവം നിന്നെ മാറ്റാൻ പോകുകയാണ്. പ്രാണനെ തണുപ്പിക്കുന്ന ഒരു ദൈവം. നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ പലരും മാറി നിന്ന് നമ്മെ കളിയാക്കുമ്പോൾ, നമ്മെ പരിഹസിക്കുമ്പോൾ, നമ്മെ നിന്ദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, നിന്റെ പ്രാണനെ ഞാൻ തണുപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ദൈവപൈതലേ, കർത്താവിൻ്റെ പ്രവൃത്തിക്കായി നീ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുകയാണ്. സ്തോത്രം. യെഹെസ്കേലിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം മുതൽ 14-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് യെഹെസ്കേൽ പ്രവാചകനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ദൂതുകൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവപൈതലേ, സ്തോത്രം ചെയ്യുന്നു. അവിടെ പറഞ്ഞിങ്ങനെയാണ്, എങ്കിലും അവരുടെ ചുറ്റും പാർക്കുകയും ഞാൻ അവരെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് എന്നതിൻ്റെ വെളിപ്പെടുത്തുന്നത് കാണുകയും ചെയ്ത ജാതികളുടെ മുൻപാകെ എൻ്റെ നാമം അശുദ്ധമാക്കാതിരിക്കേണ്ടതിന് ഞാൻ സ്തോത്രം എൻ്റെ നാമം നിമിത്തം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. എൻ്റെ നാമനിമിത്തം പ്രവർത്തിച്ചു. എൻ്റെ നാമം നിമിത്തം. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ എണീറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവൻ നടന്നതുപോലെ ഇന്ന് പകൽക്കാലം രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ സൗഖ്യം വ്യാപരിച്ചതുപോലെ ഉടബൽഖമന ജൂഡമനാരകൽക്കനാദി ഇന്ന് പകൽക്കാലം ചില സൗഖ്യങ്ങൾ ശരീരങ്ങളിൽ വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ ആത്മാവിനെ വിടുവിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പൊന്നുകരം ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ, രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ വെളിപ്പെടുത്തുന്ന ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല പകലിനായി സ്തോത്രം. ദൈവം ഞങ്ങളെ സഹായിക്കണം. വചനം വായിച്ചതുപോലെ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. ഹല്ലേലൂയ. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു എന്ന് ദാവീദ് പാടി ആരാധിച്ചതുപോലെ ഇന്ന് പകൽക്കാലം പാടി ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെല്ലാവരെയും ഇന്ന് പ്രഭാതത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ.